Dear children, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് മീൻസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ? We can divide the computer family into number of generations based on the technological development of system. നമ്മുടെ കമ്പ്യൂട്ടർ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതിന് മുന്നേ ഏതൊക്കെ രീതിയിലുള്ള മെഷീൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്? അത് അപ്പോൾ ഓരോ മെഷീനും ഓരോ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആ ടെക്നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ജനറേഷൻ ആയിട്ട് അതിനെ മാറ്റാം. ആ ജനറേഷനാണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ, ഇങ്ങനെ 5 ജനറേഷനിലാണ് ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഓരോ ഡെവലപ്മെൻറ്റ്സ് എന്തിനായിരിക്കും? അതിൻ്റെ റിസൾട്ടായിട്ട് ചിലപ്പം ഫസ്റ്റിന്ന് സെക്കൻഡിലേക്ക് എത്തുമ്പം അത് കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ പവർഫുൾ അതിന് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ഡിവൈസസിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ ജനറേഷനായിട്ട് നമ്മൾ മാറ്റിയത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷന് നമ്മൾ 940 മുതൽ 56 വരെ ഒരു ജനറേഷനായിട്ട് കൗണ്ട് ചെയ്തു. സെക്കൻഡ് ജനറേഷൻ 56 to 63 വരെയാണ്. തേർഡ് ജനറേഷൻ 64 to 71 ആണ്. ഇനി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന 71 സ്റ്റാർട്ട് ചെയ്ത ജനറേഷനാണ്. അതിൽ പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിട്ട് എന്താണ് ഫോർത്ത് ജനറേഷൻ തന്നെയാണ്. ഫിഫ്ത്ത് ജനറേഷനിലെ ആപ്ലിക്കേഷൻസും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ജനറേഷൻ്റെ നമ്മളൊരു ഓവർവ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ ജനറേഷനിലും നമ്മൾ യൂസ് ചെയ്ത ടെക്നോളജി എന്തായിരുന്നു ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്താന്ന് നോക്കാം. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇപ്പം നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ് വാക്യൂം ട്യൂബ്സ്. വാക്യൂം ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. വാക്യൂം ട്യൂബ്സ് ഉപയോഗിക്കാൻ കാരണം അന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പം നമുക്കൊരു ഡിവൈസ് ഉണ്ടാക്കാനും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം അന്നത്തെ ഒരു എലമെന്റ് ആയിരുന്നു വാക്യൂം ട്യൂബ്സ്. അപ്പോൾ ഈ വാക്യൂം ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ഇൻപുട്ടിന് യൂസ് ചെയ്തിരുന്നത് പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു. ഓക്കെ, പഞ്ച്ഡ് കാർഡ്സ്, അതുപോലെ പേപ്പർ ടേപ്സ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിസ്പ്ലേഡ് ഓൺ പ്രിന്റ് ഔട്ട്സ്. ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത്? പ്രിന്റ് ഔട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, അതിനെ പറയുന്ന പേരാണ് ENIAC. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറാണ് ENIAC. ഓക്കെ, അത് ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ്. ഓക്കെ, ENIAC അത് ഈ ജനറേഷനിലാണ്. ഇനി ENIAC ആരാണ്? അത് സയൻറ്റിസ്റ്റ് ആരാ അങ്ങനെയൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാലും ENIACന്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇങ്ങനെ ENIACന്റെ ഫുൾ ഫോം നമ്മൾ ചിലപ്പോൾ വൺ വേർഡിൽ വരെയായിരിക്കും. അത് ഏത് ജനറേഷനാന്ന് വരെയായിരിക്കും. ഇനി നോക്കാം, ഈ ENIACന്റെ സൈസ് നോക്കൂ. 30 to 50 feet ലോങ്, വെയ്റ്റ് 30 tons, contain 18,000 vacuum tubes, 17,000 registers, 10,000 capacitors and required 150,000 watts of electricity. അപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോമ്പണൻസിന്റെ ഒരു കലവറയായിരുന്നു ENIAC. അപ്പോൾ അത് അറൗണ്ട് നമ്മളൊരു റൂമിന്റെ സൈസ് ഒക്കെ എടുക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. നമുക്ക് ഇപ്പൊ തിങ്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ തിങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അതിന്റെ പിക്ചർ ഇങ്ങനെ കാണാം. ഇതാണ് വാക്യൂം ട്യൂബ്സിന്റെ പിക്ചർ. അത് ഉപയോഗിച്ചിട്ടുള്ള ENIACന്റെ പിക്ചറാണിത്. ഇത്രയും ഒരു റൂം നിറയെ കമ്പ്യൂട്ടർ, ഒറ്റ കമ്പ്യൂട്ടറിന്റെ സൈസാണിത്. അപ്പോൾ ബൾക്കി സൈസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷനെ കുറിച്ച് ഡീമെറിറ്റ്സ് പറയുമ്പോൾ too bulky in size, then required a large room for installing, then it emits large amount of heat. ഇതൊക്കെ നമുക്ക് എയർ കണ്ടീഷൻ ആവശ്യമുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്.
പിന്നെ ENIAC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വോൺ ന്യൂമൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏത് EDVAC ചോദിക്കാറുണ്ട്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അപ്പൊ അത് ENIACന്റെ ശേഷമുള്ളതാണ്. അതിന്റെ EDVACന്റെ പ്രത്യേകത അതിന് മെമ്മറി ഉണ്ടായിരുന്നു. മെമ്മറി ഉണ്ടായിരുന്നു. അതിലെ പ്രോഗ്രാംസും ഡാറ്റയും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ടായിരുന്നു EDVACല്. ഇനി വേറൊരു സംഭവമാണ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഇൻ 1952. അപ്പോൾ നമ്മൾ ENIAC, EDVAC, UNIVAC ഇതെല്ലാം ഫസ്റ്റ് ജനറേഷനിലുള്ള കമ്പ്യൂട്ടർ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ സിസ്റ്റത്തിന്റെ പേരെഴുതണം, അതിന്റെ പ്രത്യേകതകൾ എഴുതി വെക്കണം. അത് ഫസ്റ്റ് ജനറേഷൻ ആണെന്ന് പറയണം. ഫസ്റ്റ് ജനറേഷന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സ് ഇതാണ്, അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മെഷീൻ അതായിരുന്നു. ഡിമെറിറ്റ്സ് പറയുമ്പോൾ നമ്മൾ ബൾക്കി ഇൻ സൈസ്, it required large room for installing, and it emits large amount of heat, and air condition is required for working properly. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിമെറിറ്റ്സ് എഴുതി വെക്കുക. പിന്നെ വാട്ട് ആർ ദ കമ്പ്യൂട്ടേഴ്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ENIAC, EDVAC, UNIVAC. അത് അതിന്റെ വ്യത്യാസങ്ങളും എഴുതാം. അടുത്ത വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നത് ജോൺ വോൺ ന്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ജോൺ വോൺ ന്യൂമൻ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ആ ആർക്കിടെക്ചറിൽ പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്, അതായത് ഈ ഒരു സ്ട്രക്ചറിലാണ് കമ്പ്യൂട്ടർ എന്നാണ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ്, അതുപോലെ CPU, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി ഈ CPUവിൻ്റെ അകത്ത് കൺട്രോൾ യൂണിറ്റ്, ALU, ദെൻ മെമ്മറി യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റിൽ നിന്ന് ഡാറ്റ അങ്ങോട്ടേക്ക് പോകുന്നു, ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക. ഇതാണ് രണ്ട് ഡയറക്ഷനിൽ ആരോ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു, ഇതിലെ റിസൾട്ട് ഔട്ട്പുട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ജോൺ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. ഇതിങ്ങനെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചെന്നെ ചോദിക്കാറുണ്ട്. ഇതിന് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ്. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റിലാണ് അതുള്ളത്. അത് കാരണമാണ് അവിടെ മെമ്മറി പറയുന്നത്. അപ്പം ദിസ് മോഡൽ ഇംപ്ലിമെന്റ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. അപ്പോൾ ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുള്ള കൺസെപ്റ്റിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ആർക്കിടെക്ചർ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ ആർക്കിടെക്ചർ തന്നെ പഠിക്കണം. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ജനറേഷൻ നോക്കാം. സെക്കൻഡ് ജനറേഷനിൽ അവിടെ ഒരു മാറ്റം വന്നിരിക്കുന്നത്, നമ്മളുടെ ബേസിക് കോമ്പണന്റ് ആയിട്ടുള്ള വാക്വം ട്യൂബ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ സൈസൊക്കെയാണ് അതിൻ്റെ ഒരു ഡിമെറിറ്റ്സ്. അപ്പോൾ ദെൻ സെക്കൻഡ് ജനറേഷൻ ഈസ് റീപ്ലേസ്ഡ് വാക്വം ട്യൂബ്സ് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാക്വം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ 1/4 സൈസേ ഉള്ളൂ ഏതിന്? ട്രാൻസിസ്റ്ററിന്. അപ്പോൾ ഓവറാൾ നമ്മളുടെ സിസ്റ്റത്തിന്റെ സൈസ് തന്നെ 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സെക്കൻഡ് ജനറേഷന്റെ. ഇനി സെക്കൻഡ് ജനറേഷനിലെ ബെൽ ലബോറട്ടറിയിലാണ് ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആൾക്കാർ ഇവരൊക്കെയാണ്. ഈ ലബോറട്ടറിക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇനി പഠിക്കുന്ന ലാംഗ്വേജസ് അങ്ങനെ ബെല്ല് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ മുന്നോട്ട് പഠിക്കുമ്പോൾ പല സ്ഥലത്ത് അതിനെ മീറ്റ് ചെയ്യേണ്ടി വരും. ജോൺ ബൈർഡിൻ, വാൾട്ടർ ബ്രിട്ടൻ ആൻഡ് വില്യം ഷോക്ലി ഈ 1947 ഇത് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. അന്നൊക്കെ അന്ന് ഉള്ള റേഡിയോ, നമ്മൾ വീട്ടിലൊക്കെ കേൾക്കാറുള്ള റേഡിയോക്ക് ട്രാൻസിസ്റ്റർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അത്രക്കും ഇപ്പം നമ്മൾ പേസ്റ്റിന് കോൾഗേറ്റ് എന്ന് പറയുന്ന പോലെ ട്രാൻസിസ്റ്റർ അത്രയും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു എലമെന്റ്, ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ ആ ഡിവൈസിന് പോലും ആ പേര് തന്നെ വന്നു. അപ്പൊ റേഡിയോക്ക് റേഡിയോ എന്ന് വിളിക്കാതെ ട്രാൻസിസ്റ്റർ എന്ന് വിളിച്ചിരുന്നു. അത്രക്കും അതിന് പ്രചാരം ഉണ്ടായിരുന്നു. അങ്ങനെ റീപ്ലേസിങ് വാക്വം ട്യൂബ്സ് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ അത് എന്തായി? ബിക്കം സ്മോളർ, നമ്മളുടെ ഡിവൈസ് സ്മോളർ ആയി, മോർ പവർഫുൾ ആയി ആൻഡ് ഫാസ്റ്റർ ആയി. അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. അങ്ങനെ അപ്പോൾ ഇറ്റ് ഓൾസോ ബിക്കം ലെസ് എക്സ്പെൻസീവ്, റിക്വയർഡ് ലെസ് ഇലക്ട്രിസിറ്റി, ദെൻ എമിറ്റഡ് ലെസ് ഹീറ്റ്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെക്കുക എന്തൊക്കെയാണെന്ന്. മാനുഫാക്ചറിങ് കോസ്റ്റ് വാസ് ഓൾസോ ലെസ്. ഇതെല്ലാം പോയിന്റ്സ് ആണ്. നമ്പർ ഇട്ടിട്ട് ഈ പോയിന്റ്സ് എഴുതി വെക്കുക. സെക്കൻഡ് ജനറേഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയായിരുന്നു സെക്കൻഡ് ജനറേഷനിൽ. ഇനി സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് മാഗ്നറ്റിക് കോർ മെമ്മറിയാണ്. ഇപ്പോൾ മെമ്മറി ആയിട്ട് യൂസ് ചെയ്ത് മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറി യൂസ് ചെയ്തു പ്രൈമറി മെമ്മറി ആയിട്ട്. ഇനി സെക്കൻഡറി
ഡിസ്ക് മെമ്മറി സെക്കൻഡറി ആയിട്ടും മാഗ്നറ്റിക് കോർ ഇത് പ്രൈമറി ആണ് കേട്ടോ. ഇത് പ്രൈമറിയും ഇത് പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, ഇത് സെക്കൻഡറി മെമ്മറി ആയിട്ട് യൂസ് ചെയ്തു. ക്ലിയർ? അപ്പൊ അത് അങ്ങനെ എഴുതി വെക്കണം. ഇനി യൂസ് ചെയ്തത് ബൈനറി മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആണ് ആര് യൂസ് ചെയ്തത്? സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത് അസംബ്ലി ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തത് ബൈനറി മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ജനറേഷൻ സിംബോളിക്, അതായത് അസംബ്ലി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ജനറേഷനിൽ നമ്മള് പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു. അതായത് ഫോർട്രാൻ ആണ് ലാംഗ്വേജിന്റെ പേര്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫോർട്രാൻ, കൊബോൾ. ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ദെൻ അതിലുണ്ടാക്കിയിരിക്കുന്ന സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം ആണ് IBM 1401, IBM 1620. ചോദിക്കാറുണ്ട് എക്സാമ്പിൾസ്, ഏത് കമ്പ്യൂട്ടർ ഏത് ജനറേഷൻ ആണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ഇത് നമുക്ക് കൊടുക്കാം. നേരത്തെ ENIAC ഇതൊക്കെ എഡ്വാക്ക് ഒക്കെ കൊടുത്ത പോലെ ഇവിടെ സെക്കൻഡ് ജനറേഷൻ നമ്മൾ ഇതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോമ്പണൻസിലാണ് മാറ്റം വരുന്നത്. ഇനി നമ്മൾ പുതിയൊരു വേൾഡിലേക്ക് വരികയാണ്. IC എന്നുള്ള ഒരു സംഭവം. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് ജനറേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെ. അപ്പൊ തേർഡ് ജനറേഷനിൽ കമ്പ്യൂട്ടർ വെരി സ്മോളർ ഇൻ സൈസ് ആയത് ICയുടെ യൂസേജ് കൊണ്ടാണ്. IC നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിപ്പുകൾ. ഇപ്പൊ നിങ്ങൾക്ക് സുലഭമാണ് അല്ലെ. നമ്മളിപ്പോ ചിപ്പാണ് എല്ലാം, മെമ്മറി കാർഡ് എല്ലാം ചിപ്പാണ്. അപ്പൊ ചിപ്പിന്റെ അകത്താണ് ഈ കോമ്പണൻസ്. ഇപ്പൊ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു സെക്കൻഡ് ജനറേഷനിൽ, ഒരു വാക്യൂം ട്യൂബിന്റെ കാര്യം ഫസ്റ്റ് ജനറേഷനിൽ പറഞ്ഞു. ഇങ്ങനത്തെ 1000 10,000 ഒക്കെ ട്രാൻസിസ്റ്ററുകളുടെ ഹോൾഡ് ചെയ്യുന്നതാണ് ഒരു IC. അപ്പം ഇവിടെ കോമ്പണന്റ് എന്ന് പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെയാണ് ഒരു കോമ്പണന്റ് പോലെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അവിടെ ഒരു സിംഗിൾ കോമ്പണന്റിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ വ്യത്യാസം നമ്മുടെ എല്ലാത്തിലും ഉണ്ടാവും, സൈസിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ചിപ്പിന്റെ അകത്ത് മിനിച്ചറൈസ്ഡ് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ഒക്കെയാണ് യൂസ് ചെയ്യാറ്, വളരെ ചെറുത് സൈസില്. ഇതാണ് ചിപ്പ് എന്ന് പറഞ്ഞത്. ഈ ചിപ്പിന്റെ അകത്ത് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ എല്ലാം ഉണ്ടാവും. അപ്പൊ മൾട്ടി ലെയേർഡ് ഉണ്ട്, പല ടൈപ്പ് ചിപ്പുകൾ ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ IC എന്ന് പറയാം. ഓക്കെ, അതെന്തായി? നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതാണ് പിന്നീട് ഉണ്ടായത്. അതുപോലെ കോർ മെമ്മറി എന്തായി? റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ സോളിഡ് മെമ്മറീസ്, ലാർജ് കപ്പാസിറ്റി. നമ്മുടെ മെമ്മറീസ്, അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റി. പിന്നെ അതുപോലെ ലെസ് പവർ ആണ് ഇത് കൺസ്യൂം ചെയ്തത്. അപ്പൊ ഇതോരോ പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ലെസ് പവർ കൺസ്യൂം ചെയ്തു. ഇനി അതുപോലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ ഇംപ്രൂവ് ചെയ്തു. നമ്മളെ കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോണിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഏതിൻ്റെ ആണ്? തേർഡ് ജനറേഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മളുടെ പെർഫോമൻസ്, സ്പീഡ് എന്ന് പറഞ്ഞത് മൈക്രോ സെക്കൻഡിലും അതുപോലെ നാനോ സെക്കൻഡിലൊക്കെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് പോയത്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഈ സിസ്റ്റത്തിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് വളരെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ്, ബേസിക് പറഞ്ഞ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേർഡ് ജനറേഷനിലാണ്. അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇനി എന്താ പറയാ, ഏറ്റവും ചീപ്പറായിട്ട്, സ്മോളർ ആൻഡ് ചീപ്പറായിട്ട് കിട്ടിയത് തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിനെയാണ് നമുക്ക് ഏറ്റവും കൊമേഴ്ഷ്യലായിട്ട് ചീപ്പായിട്ട് അവൈലബിൾ ആയത്. ഇനി ഈ ജനറേഷനിലെ കമ്പ്യൂട്ടറാണ് IBM 360 ആൻഡ് IBM 370. ഇതും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതണം. ക്ലിയർ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് തേർഡ് ജനറേഷനിലെ